എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ഹാപ്പി ആയിട്ട് സമാധാനമായിട്ടിരിക്കണ്ടല്ലോ. അപ്പോൾ ഇന്ന് നമുക്ക് നോക്കാം. കഴിഞ്ഞ 2 പ്രാവശ്യമായിട്ട് നമ്മൾ നോക്കിയപ്പോൾ ചിലർക്കെങ്കിലും ഒരു റീയൂണിയൻ, ഒരു പ്രപ്പോസൽ, ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ഒക്കെ വരണ്ടെന്നൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ? എത്ര പെട്ടെന്ന് അത് വരുന്നതെന്ന് നമുക്കൊന്നും അറിയണ്ടേ? അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. അടുത്ത 7 ദിവസം നിങ്ങൾ റിലേഷൻഷിപ്പിലാണെങ്കിൽ അടുത്ത 7 ദിവസത്തിൽ നിങ്ങൾക്ക് എന്ത് ചേഞ്ചസ് പ്രതീക്ഷിക്കാം? ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അടുത്ത 7 ദിവസത്തിൽ വരുമോ? എന്താണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ? അങ്ങനെ നോക്കാം. ഓക്കെ, ഓർക്കുക, ഇതൊരു ജനറൽ ടൈംലെസ് കളക്റ്റീവ് റീഡിംഗ് ആണ്. എത്രത്തോളം റെസനേറ്റ് ചെയ്യുന്നു അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി വിട്ട് കളയുക. ഒരിക്കലും നെഗറ്റീവ് കാര്യങ്ങൾ ആലോചിച്ച് ടെൻഷൻ അടിക്കുകയും മനസ്സിലേക്ക് എടുക്കുകയും ഒന്നും ചെയ്യരുത്. അതൊക്കെ നമ്മളുടെ ലൈഫിനെ നെഗറ്റീവായിട്ട് ബാധിക്കും കേട്ടോ. എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നമുക്ക് മുകളിൽ ഒരാളുണ്ട്, അദ്ദേഹം എല്ലാം ശരിയാക്കി തരും എന്ന് തന്നെ ഉറച്ച് വിശ്വസിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ കാർഡ്സ് ഷഫിൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സന്റെ പേര് 3 പ്രാവശ്യം അല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രാവശ്യം മനസ്സിലേക്ക് കൊണ്ടുവരിക. Divine, please guide and the viewers in the person. അടുത്ത 7 ദിവസം അവർക്ക് എന്തെങ്കിലും ആക്ഷൻ ആണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. What can we expect from my viewers person during the next 7 days? Is he or she going to contact them, or is there going to be a wish fulfillment, a reunion? What is in their mind? അടുത്ത 7 ദിവസത്തിൽ എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ സൈഡിൽ നിന്ന് വ്യൂവേഴ്സിന് വേണ്ടിയുള്ള ആക്ഷൻ എന്തായിരിക്കും? റിയൂണിയൻ ഉണ്ടാകുന്നു. അടുത്ത എന്താണ് അവരുടെ ചിന്തകൾ? പ്ലീസ് ഗൈഡ്. Queen of Cups, King of Swords, Tower, Page of Swords, 3 of Wands, 6 of Swords, 2 of Cups, 4 of Pentacles and King of Cups. ഓക്കെ, 2 നല്ല കാർഡ് ഇവിടെ കാണുന്നുണ്ട്. നമ്മുടെ 2 ഓഫ് കപ്സും കിങ് ഓഫ് കപ്സും. അപ്പം ആദ്യം തന്നെ നമ്മുടെ സോഡിയക് സയൻസ് പറയാം. കപ്സ് വെച്ചിട്ട് ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം. സ്വാട്സും ഉണ്ട്, ലിബ്ര, ജെമിനി, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം. വേറെന്താ, വോൺസ് ഉണ്ട്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. പെൻറ്റക്കിൾസ് ആൾക്കാർ കുറവാണ് കേട്ടോ. ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഋഷഭം, കന്നി, മകരം. അതുപോലെ ടവർ കാർഡിന് പ്രത്യേകിച്ച് ഒരു സോഡിയാക്ക് ഇല്ല. ഓക്കെ, അപ്പൊ ഇന്നിവിടെ കപ്സിന്റെ എനർജിയും സോത്തിന്റെ എനർജിയാണ് കുറച്ച് കൂടുതലായിട്ടുള്ളത് കേട്ടോ. ഇതില് ചിലരെങ്കിലും നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കും. ക്വീൻ ഓഫ് കപ്സ് വെച്ചിട്ട് ഒരു ഓവർ ഇമോഷണൽ ആണ്. ഓക്കെ, നിങ്ങളെ പറ്റി ഇമോഷണൽ ആയിട്ട് ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നേരെ ഒരു ആക്ഷൻ എടുക്കണം, എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു മെസ്സേജോ ഒക്കെ അയക്കണം എന്നൊക്കെ അവർ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ കിങ് ഓഫ് സ്പോർട്സ് വെച്ചിട്ട് എന്തോ ഒരു ദേഷ്യം പോലെ എന്താണ് എന്നറിയില്ല, ഒരു ദേഷ്യം മനസ്സിൽ, ഒരു ഈഗോ അവരെ തടയുന്ന പോലെ തോന്നുന്നുണ്ട്. എല്ലാം നമുക്ക് ക്ലാരിഫൈ ചെയ്യുമ്പോൾ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ടവർ മൂവ്മെന്റ് വെച്ചാൽ ഇവരിപ്പോൾ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിരിക്കുവോ, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ല ഇപ്പോൾ. പേജ് ഓഫ് സ്പോർട്സ് വെച്ചിട്ട് അവരൊരു ഡേ ഡ്രീമിങ് എനർജിയിലാണ്. നിങ്ങളോട് പറയേണ്ടതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ഇവർ മനസ്സിൽ ഇങ്ങനെ ഒരു ഡ്രാമ പോലെ ഇങ്ങനെ ഓർക്കാണ്. നേരിട്ട് പറയുന്നുണ്ടാവില്ല, മെസ്സേജ് അയക്കണം എന്ന് വളരെ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. 3 ഓഫ് വോൺസ് വെച്ചിട്ട് ഒന്നുകിൽ ഇവർ ലോങ് ഡിസ്റ്റൻസിലായിരിക്കും, അല്ലെങ്കിൽ അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. 6 ഓഫ് സ്പോർട്സ് വെച്ചിട്ട് ഇവരൊരു യാത്രയെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഈ നെക്സ്റ്റ് 7 ഡേയ്സിലത്തെ കാര്യമാണ് ഈ പറയുന്നത്. നെക്സ്റ്റ് 7 ഡേയ്സിൻ്റെ ഉള്ളിൽ ഇവർ ഒരു യാത്ര ഉണ്ടായിരിക്കും. ഒരു റീയൂണിയൻ നിങ്ങളുമായിട്ട് വേണം എന്നും ഇവർ ആലോചിക്കേണ്ട. അടുത്ത 7 ദിവസത്തിനകം നിങ്ങളെ പ്രതി പ്രൊസസീവായിട്ട് ഫീൽ ചെയ്യും. നിങ്ങൾക്ക് നേരെ ഒരുപാട് സ്നേഹമാണ്. ആക്ഷൻ എടുക്കോ എന്നുള്ളത് നമുക്ക് നോക്കി തന്നെ കാണണം. ഓക്കെ, അപ്പോൾ
പെട്ടെന്ന് തന്നെ കാർഡ്സ് നമുക്ക് ക്ലാരിഫൈ ചെയ്യാം. ക്ലാരിഫൈ Queen of Cups. Please clarify Queen of Cups. Please clarify Queen of Cups. The Sun and Knight of Wands. സണ്ണും നൈറ്റ് ഓഫ് വോൺസ് ആണ് വന്നിരിക്കുന്നത്. ഇവരുടെ ഈ ഇമോഷൻ എന്ന് പറയുന്നത് സ്നേഹം തന്നെയാണ്. നിങ്ങളെ പ്രതി ഹൈലി പാഷനേറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എത്ര സ്പീഡിൽ നിങ്ങളുടെ അടുത്തേക്ക് എത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഹൈ പോസിറ്റിവിറ്റി ലെവലിലാണ് ഇവർ നിങ്ങളെ പറ്റി ആലോചിക്കുന്നത്. അതേപോലെ പെട്ടെന്ന് എനിക്ക് മനസ്സിൽ വന്നൊരു കാര്യം, നിങ്ങൾ ഒരു കപ്പിളാണ്. നിങ്ങൾ ഒരുപാട് നാളായിട്ട് കുഞ്ഞുങ്ങളില്ല, കൺസീവ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ അടുത്ത 7 ദിവസത്തിൽ ഒരു ഗുഡ് ന്യൂസ്, ഒരു പ്രഗ്നൻസി കൺഫർമേഷൻ ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ. എനിക്ക് പെട്ടെന്ന് ആ കാർഡ് കയ്യിലെടുത്തപ്പോൾ മനസ്സിൽ വന്ന, കാരണം പാഷൻ ബേബിയാണ് വന്നിരിക്കുന്നത്. അപ്പം മിക്കവാറും അവിടെ ആ അമ്മ ഇമോഷണൽ ആയിട്ട്, ലൈക്ക് ലേഡി, നിങ്ങളിലുള്ള സ്പൗസിലുള്ള ലേഡി ഉണ്ടല്ലോ, അവര് കുറച്ച് ഇമോഷണൽ ആയിട്ട് ഹാപ്പി ആയിട്ട് ഇമോഷൻ ആവുന്നതായിട്ടാണ് കാണുന്നത്. അപ്പൊ ഒരു ബേബി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ടച്ച് വുഡ്. ക്ലാരിഫൈ കിങ് ഓഫ് സോർഡ്സ്. ക്ലാരിഫൈ കിങ് ഓഫ് സോർഡ്സ്. ഈ ഫസ്റ്റ് കേസിൽ ഒരു മെസ്സേജോ കോളോ നിങ്ങളെ തേടി വരാൻ സാധ്യതയുണ്ട് കേട്ടോ. ഓക്കെ. കിങ് ഓഫ് സോർഡ്സിൽ നൈറ്റ് ഓഫ് പെന്റിക്കിൾസ്, ഏസ് ഓഫ് പെന്റിക്കിൾസ്. ഇവരുടെ ഈഗോ മൂലം നിങ്ങളുമായിട്ട് പുതിയ തുടക്കം വേണം എന്നൊക്കെ ഇവർക്ക് മനസ്സിൽ ആഗ്രഹമുണ്ട്. പക്ഷെ ഇവരുടെ ഈഗോ മൂലം നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാതിരിക്കുകയാണ്. അവരതിനെ സ്ലോ ഡൗൺ ചെയ്യുകയാണ്. ഇവരുടെ ഈഗോ പ്രശ്നം, അത് കാരണം ഈ പ്രോസസ്സ് ഒന്ന് സ്ലോ ഡൗൺ ആയിരിക്കുകയാണ്. അടുത്ത 7 ദിവസത്തിൽ ഇവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനുള്ള സാധ്യത ഇല്ല. അവരുടെ മനസ്സിൽ ദേഷ്യമുണ്ട്, ഈഗോ ഉണ്ട്, എന്തെങ്കിലും ചെറിയ വഴക്കായിരിക്കണം. നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാതിരിക്കുകയാണ് ഇവരിപ്പോ. കാരണം ഇപ്പുറത്തെ ടവറിന്റെ കാർഡാണ്. ഇവർ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിരിക്കാൻ സാധ്യതയുണ്ട്. ക്ലാരിഫൈ ദ ടവർ. ക്ലാരിഫൈ ദ ടവർ. ടവർ സിറ്റുവേഷൻ അടുത്ത 7 ദിവസത്തിൽ മാറുമോ ഡിവൈൻ? ഓക്കെ, മാറും എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം 8 ഓഫ് കപ്സും പേജ് ഓഫ് പെന്റിക്കിൾസും ആണ്. അതായത് നിങ്ങളെ ബ്ലോക്ക് മാറ്റിയിട്ട് ആ ടവർ മൂവ്മെന്റ് എന്ന് വോക്കവേ ചെയ്തിട്ട് നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷനിൽ വരുന്നതായിട്ടാണ് കാണുന്നത്. പേജ് ഓഫ് പെന്റിക്കിൾസ് പറയുന്നത് ഒരു കമ്മ്യൂണിക്കേഷന്റെ കാർഡാണ്. പേജ് എല്ലാം തന്നെ കമ്മ്യൂണിക്കേഷന്റെ കാർഡാണ് കേട്ടോ. മെസ്സേജ്, കോൾ, അങ്ങനെയൊക്കെ ഓൺലൈൻ റിലേറ്റഡ് ആയിട്ടുള്ള കാർഡാണ് പേജ്. നിങ്ങളുമായിട്ട് നേരിട്ട് കണ്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ ഒരു കോളോ മെസ്സേജോ എന്തെങ്കിലും നിങ്ങൾക്ക് അയക്കാനോ ഉള്ള സാധ്യത വളരെ പ്രബലമായിട്ടുണ്ട്. ക്ലാരിഫൈ പേജ് ഓഫ് സോർഡ്സ്. പ്ലീസ് ക്ലാരിഫൈ പേജ് ഓഫ് സോർഡ്സ് പ്ലീസ്. ടെമ്പറൻസ് ആൻഡ് ദ ഫൂൾ. നല്ല കാർഡ്. ഡേ ഡ്രീമിങ് എനർജിയിലാണ് അവര് ആലോചിക്കുന്നത്. നീ ഒന്നും ആലോചിക്കണ്ട, നീ കൂടുതൽ ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല എന്നാണ് അവരിപ്പോ ആലോചിക്കുന്നത്. എന്നാൽ ആലോചനയാണ്. ഇപ്പൊ ഇത്തിരി ഡേ ഡ്രീമിങ് എനർജിയിലാണ്. നിങ്ങളെ കാണുമ്പോൾ എന്ത് സംസാരിക്കണം, എന്ത് ചെയ്യണം, എങ്ങനെയൊക്കെ പ്രതികരിക്കണം എന്നൊക്കെ ഇവര് മനസ്സിൽ ഇങ്ങനെ കാലക്കുട്ടി പ്ലാൻ ചെയ്യില്ലേ, അതുപോലെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവര് തീരുമാനിച്ചു ഇനി കൂടുതൽ വെയിറ്റ് ചെയ്യേണ്ട, ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കാനെല്ലാം ഭഗവാനെ ഏൽപ്പിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം എന്ന് ഇവര് തീരുമാനിച്ചു. നിങ്ങളുമായിട്ട് ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ എത്തണം, ഒരു ബാലൻസിൽ എത്തണം. നിങ്ങളുമായിട്ട് അവർക്ക് നല്ല സ്നേഹം തന്നെയാണ്. നിങ്ങളുടെ ബന്ധത്തിന് ഏഞ്ചൽ ഗൈഡൻസ് ഉണ്ട്. അവര് വിചാരിക്കുന്നത് ഇനിയെല്ലാം ദൈവത്തിന് വിട്ടിട്ട് നിങ്ങളുമായിട്ടൊരു ബാലൻസിൽ എത്തണം. ഈ അടുത്ത ഒരു 7 ദിവസത്തിൽ ഇവര് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ കോണ്ടാക്റ്റിലായിരിക്കും, നിങ്ങളുടെ ബന്ധം അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ അവരാഗ്രഹിക്കുന്നു. ക്ലാരിഫൈ 3 of Wands. Please clarify 3 of Wands. Please clarify 3 of Wands. Okay. 7 of Wands and Knight of Cups. ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ മൂലം ഇതെല്ലാവർക്കും ഉള്ളതാണോ എന്ന് ചോദിച്ചാൽ അല്ലാന്നേ ഞാൻ പറയൂ. കുറെ പേർക്കെങ്കിലും
തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പെട്ട് കൺഫ്യൂസ്ഡ് ആയിരുന്ന ചിലരെങ്കിലും ആ സാബോട്ടാജ് മാറ്റിയിട്ട്, ബ്ലോക്ക് മാറ്റിയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് ഒരു അപ്പോളജി ആയിട്ട് ഒരുപാട് സ്നേഹത്തോടെ വരുന്നു എന്നാണ് കാണുന്നത്. അടുത്ത 7 ദിവസത്തിൽ വരാനുള്ളവരാണെങ്കിൽ അടുത്ത 7 ദിവസത്തിൽ വരും. ഓക്കെ, അത്രേ ഞാൻ പറയുന്നുള്ളൂ. കാരണം ഇത് ഒരുപാട് പേര് കാണുന്നുണ്ട്. എല്ലാവരുടെയും സിറ്റുവേഷനിൽ ഇതെല്ലാം സംഭവിക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല. ഒരു മെജോറിറ്റി ആൾക്കാർക്ക് ഇത് സംഭവിക്കാം. ഓക്കെ, അതായത് നിങ്ങളുടെ പേഴ്സൺ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ്. അവിടെ സാബോട്ടേജ് ചെയ്തിരിക്കായിരുന്നു നിങ്ങൾ, അതായത് നിങ്ങളെ കോണ്ടാക്ട് ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല, നിങ്ങൾക്ക് മെസ്സേജ് ഒന്നും അയക്കുന്നുണ്ടായിരുന്നില്ല, നിങ്ങൾക്ക് യാതൊരു അറിവും ഇല്ലായിരുന്നു ഇവര് എന്താണ് സിറ്റുവേഷൻ എന്നുള്ളത്. പക്ഷെ ഇത് അവര് തെറ്റ് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ അടുത്ത് ഒരു അപ്പോളജി ആയിട്ട് സ്നേഹത്തോടെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു എന്ന് തന്നെയാണ് ആ കാർഡ്സ് പറയുന്നത്. അടുത്ത 7 ദിവസത്തിന്റെ ഉള്ളില് എന്തെങ്കിലും ഒരു ആക്ഷൻ ഇവരുടെ ഭാഗത്ത് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്പർ 7 തന്നെയാണ് കാർഡിൽ കേട്ടോ. കണ്ടോ, നമ്പർ 7 തന്നെയാണ് കാർഡ്. Clarify 6 of Swords. Why is 6 of Swords here? Please clarify why is 6 of Swords here? Ace of Swords and 2 of Pentacles. അതായത് അവര് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പെട്ടിട്ട് ജഗ്ലിംഗ് ആയിരുന്നെങ്കിൽ, രണ്ട് മനസ്സായിട്ട് നിൽക്കുകയായിരുന്നെങ്കിൽ അവർക്ക് അവിടെ ഒരു റിയാലിറ്റി ചെക്ക് കിട്ടിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇതില് ഏതും ആവാം കേട്ടോ. ഞാൻ 2 സിനാറിയോ പറയാം. ഇത് ഏതാണ് നിങ്ങൾക്ക് നടക്കാൻ പോകുന്നതെന്ന് എനിക്ക് അറിയില്ല, നമുക്കൊന്നുകൂടെ വേണേൽ ക്ലാരിഫൈ ചെയ്യാം. 2 സിനാറിയോ ഉണ്ട്. ഫസ്റ്റ് സിനാറിയോ വന്നിട്ട് ഇവര് തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ്. ഇവര് മനസ്സിലാക്കുന്നു തേർഡ് പാർട്ടി അല്ല, നിങ്ങളാണ് ഇവരെ സ്നേഹിക്കുന്നത് എന്ന് ഉള്ള സത്യം ഇവര് മനസ്സിലാക്കി ആ തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിന്ന് മാറി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു എന്നുള്ള സിറ്റുവേഷൻ ആവാം, തിരിച്ചും ആവാം. അവർക്ക് റിയാലിറ്റി ചെക്ക് അവർക്ക് കിട്ടിയത് അവര് കൂടുതൽ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ പ്രിഫർ ചെയ്യുന്നത് അവരുടെ ഫാമിലിയാണ് എന്നൊരു സിറ്റുവേഷൻ, അങ്ങനത്തെ റിയാലിറ്റി ചെക്കാണ് അവർക്ക് വരുന്നതെങ്കിൽ അവര് നിങ്ങളെ വിട്ട് അവരുടെ ഫാമിലിയുടെ അടുത്തേക്ക് പോകുന്നതും ആവാം. ഓക്കെ, 2-ൽ ഏതും ആവാം. ഞാൻ ഒന്നുകൂടെ ഇത് ക്ലാരിഫൈ ചെയ്യാം. പ്ലീസ് ക്ലാരിഫൈ who is this pertaining to? Is this for my viewers or for the third party? Who is this person preferring? Is it my viewers or the third party? ബ്ലോക്ക്ഡ് സിറ്റുവേഷൻ ആണ് കേട്ടോ. അവര് സ്വയം റെസ്ട്രിക്റ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അത് നിങ്ങളെ തേടി വരുന്നതാവാൻ സാധ്യതയില്ല. ഈ സിറ്റുവേഷനിൽ നമ്മൾ കണ്ടു ഒരു കൂട്ടർക്ക് തേർഡ് പാർട്ടിയെ വിട്ട് അവര് അപ്പോളജി ആയിട്ട് വരുന്നുണ്ട് ഉറപ്പായിട്ടെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ഇവിടെ ജഗ്ലിംഗ് സിറ്റുവേഷൻ ആണ്. അവര് ഫാമിലിയുമായിട്ട് പോകുന്നതാണ് കാണുന്നത്. കണ്ടോ, അവരുടെ കൂട്ടത്തിൽ ഒരു ഫാമിലി ഉണ്ട്. ഈ കേസില് നമുക്ക് എടുക്കേണ്ടി വരും. ജഗ്ലിംഗ് സിറ്റുവേഷനിൽ അവർ മനസ്സിലാക്കി അവർക്ക് പ്രിഫറൻസ് അവരുടെ ഫാമിലിയുടെ അടുത്താണ്. നിങ്ങളെ ബ്ലോക്ക് ചെയ്തിരിക്കാം അവിടെ. അത് നിങ്ങളുടെ ലൈഫിൽ നിന്ന് അവര് മാറിപ്പോവാൻ തീരുമാനിച്ചു എന്ന് എടുക്കേണ്ടി വരും, അൺഫോർച്ചുനേറ്റ്ലി. ക്ലാരിഫൈ 2 of Cups. പക്ഷെ ഇപ്പുറത്തെ ഒരു റീയൂണിയനും കാണുന്നുണ്ട്. ഇത് ആർക്കാണെന്ന് നോക്കാം. പ്ലീസ് ക്ലാരിഫൈ who is this reunion for? ഓക്കെ, അതായത് ഞാനിത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഒരു എംപ്രസ് എനർജിയിലാണ് ഇവർ കാണുന്നത്. ഇവരൊരു ഫൈനാൻഷ്യൽ സിറ്റുവേഷനിലൊക്കെ ഡിഫിക്കൽറ്റിയിലൊക്കെ പെട്ട് കിടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ട് ഇരുന്ന സമയത്ത് നിങ്ങൾ ഇവർക്ക് വേണ്ട ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളെ പ്രതി ഇവര് ഹൈലി അട്രാക്റ്റഡ് ആണ്. നിങ്ങളെ ഒരു എംപ്രസ് ആയിട്ടാണ് ഇവരുടെ ലൈഫിൽ കാണുന്നത്. നിങ്ങൾ ഒരുപാട് നിങ്ങളുടെ സൗന്ദര്യമായാലും നിങ്ങളുടെ പെരുമാറ്റമായാലും നിങ്ങൾ കൊടുക്കുന്ന കെയർ ആയാലും എല്ലാം ഇവരെ ഒരുപാട് ആകർഷിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഇവര് ആഗ്രഹിക്കുന്നത് നിങ്ങളെ ഒന്നുകൂടെ കാണണം, നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ വേണം, അവരുടെ സ്നേഹം നിങ്ങളെ അറിയിക്കണം. ദേ ആർ ഹൈലി അട്രാക്റ്റഡ് ടു യു. ഓക്കെ, വളരെ അട്രാക്ഷൻ അവർക്ക് ഉണ്ട്. അട്രാക്ഷൻ എന്നല്ല, സ്നേഹമാണ്. ഓക്കെ, 2 of Cups പറയുമ്പോൾ സ്നേഹമാണ്. സ്നേഹം നിങ്ങൾക്കും ഉണ്ട്. 2 sides തന്നെ. 2 of Cups പറയുമ്പോൾ 2 sides തന്നെയാണ്. നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് ഇവരുമായിട്ട് ഒരു റീയൂണിയൻ. അപ്പൊ ഇവർക്ക് നിങ്ങളെ കണ്ട് സംസാരിക്കണം, അവരുടെ സ്നേഹം അറിയിക്കണം
എന്ന് ഇവർക്ക് ആഗ്രഹമുണ്ട്. ചിലപ്പോൾ നിങ്ങളൊരു ഡോക്ടറൊക്കെ ആയിരിക്കാം. അപ്പോൾ അവർക്ക് ഹെൽത്ത് റിലേറ്റഡ് എന്തെങ്കിലും ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നപ്പോൾ നിങ്ങൾ അവരെ സഹായിക്കുകയോ അങ്ങനെ നിങ്ങൾ തമ്മിലൊരു ഫൈനാൻഷ്യൽ ഗിവ് ആൻഡ് ടേക്ക് ഒക്കെ നടന്നിട്ടുണ്ടായിരിക്കും. ഇവര് ഭയങ്കര പാവപ്പെട്ടവരാണെന്നൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ. എന്ന് വെച്ചാൽ ഏതോ ഒരു സന്ദർഭത്തില് ഇവർക്ക് ഒരു ഹെൽപ്പ് വേണ്ടിയിരുന്ന ഒരു സമയത്ത് നിങ്ങൾ ചിലപ്പോൾ ഒരു മോറൽ സപ്പോർട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അവരുടെ വീട്ടിൽ എന്തെങ്കിലും ട്രാജഡി നടന്ന സമയത്തോ അങ്ങനെ എന്തെങ്കിലും നിങ്ങളെ ഒരു മോറൽ സപ്പോർട്ട് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ സപ്പോർട്ട് എന്തായാലും ഹെൽത്ത് പ്രോബ്ലം ആയിരുന്നപ്പോൾ ഒരു മെഡിക്കൽ സപ്പോർട്ട് അങ്ങനെ എന്തൊക്കെയോ നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിനെ പ്രതി ആണ് അവിടെ നിന്നാണ് നിങ്ങൾ തമ്മിൽ സംസാരം തുടങ്ങിയതും കോണ്ടാക്റ്റിലെത്തിയതും സ്നേഹത്തിലായതും. അപ്പൊ അവർക്ക് നിങ്ങളെ വീണ്ടും കാണണം, നിങ്ങളുടെ അടുത്ത് അവരുടെ സ്നേഹം അറിയിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അവർക്കറിയാം നിങ്ങൾക്കും അവരോട് സ്നേഹമാണെന്ന്. ക്ലാരിഫൈ. അടുത്ത 7 ദിവസത്തിൽ ഇവര് നിങ്ങളെ കാണാൻ വരും. ക്ലാരിഫൈ. ഇത് തനിയെ വന്നു, പിന്നെ ഞാൻ എടുക്കാം. 4 ഓഫ് പെന്റിക്കിൾസ് വന്നിട്ട് 8 ഓഫ് വാൻഡ്സ് ആൻഡ് ഏസ് ഓഫ് വാൻഡ്സ്. നിങ്ങളെ പ്രതി ഹൈലി പൊസസീവ് ആണ് ഇവര്. ഓക്കെ. അതേപോലെ ഇവര് കുറച്ച് മുന്നേ ഒരു കരിയർ റിലേറ്റഡ് ഒക്കെ ആയിട്ട് കുറച്ച് സേവിങ്സിലൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്, കാരണം വീട്ടിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിരുന്നിരിക്കും, ഫൈനാൻസ് റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടായിരുന്നിരിക്കും. അപ്പൊ ഇവര് അതിലൊന്ന് ഫോക്കസ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് കുറച്ചൊന്ന് മാറി നിൽക്കുകയായിരുന്നു. പക്ഷെ ഇപ്പൊ അവര് ഒരു കമ്മ്യൂണിക്കേഷനുമായിട്ട് നിങ്ങളുടെ അടുത്ത് ഒരു ന്യൂ ബിഗിനിങ്ങിന് തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഉള്ളവര് ഒരു മെസ്സേജ് ആയിട്ട് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരു കോള് വരാം, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു മെസ്സേജോ എന്തെങ്കിലും ഒരു 3-4 ദിവസത്തിനകം, 7 ദിവസം പോലും വേണ്ടെന്ന് തോന്നുന്നു, ഒരു 3-4 ദിവസത്തിനകം ഇവര് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഓക്കെ. ക്ലാരിഫൈ. കിങ് ഓഫ് കപ്സ്. ക്ലാരിഫൈ. കിങ് ഓഫ് കപ്സ്. കൂടുതൽ ആൾക്കാർക്കും ഇന്ന് കോണ്ടാക്ട് വരും എന്നാണ് കണ്ടത് അല്ലെ. കിങ് ഓഫ് കപ്സിന് വന്നത് ഏസ് ഓഫ് കപ്സ്. ഇനി സ്നേഹം ഇതിൽ കൂടുതൽ എന്താ വേണ്ടേ? ആൻഡ് 10 ഓഫ് പെന്റക്കിൾസ്. ഇവര് നിങ്ങളെ ഫാമിലി ആയിട്ട് തന്നെയാണ് കാണുന്നത്. ഓക്കെ. ഇവർ ഓൾറെഡി നിങ്ങളെ ഒരു ഫാമിലി ആയിട്ട് തന്നെയാണ് കാണുന്നത്. അല്ല, നിങ്ങൾ ഫാമിലി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫാമിലിയുള്ള ഭാഗമാക്കണം എന്ന് ഇവർ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കൊരു പ്രപ്പോസലൊക്കെ ആയിട്ട് ഇവര് വരും ഉറപ്പായിട്ടും. കാരണം അവിടെ കിങ് ഓഫ് കപ്സ് പറയുമ്പോൾ ആക്ഷൻ എടുക്കാത്ത ഒരാളാണ്, ഇങ്ങനെ മിണ്ടാതിരിക്കുന്ന ഒരാളാണ്. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് ഒരു സ്നേഹം ഉണ്ട്, നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി തരണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു പ്രപ്പോസലൊക്കെ ആയിട്ട് മുന്നോട്ട് വരാൻ സാധ്യതയുണ്ട് അടുത്ത 7 ദിവസത്തിൽ. ഓക്കെ. ഇന്നൊരു ഹാപ്പി റീഡിംഗ് ആയിരുന്നു. 1-2 കേസ് മാത്രമേ ഉള്ളൂ കുറച്ചൊരു മോശപ്പെട്ട റീഡിംഗ് വന്നത് അല്ലെ. അപ്പൊ എന്തായാലും നമുക്ക് ഗൈഡൻസ് കൂടെ ഒന്ന് നോക്കിയിട്ട് നിർത്താം. Divine, please provide guidance to my viewers in this regard. Please provide guidance to my viewers in this regard. Express your love. Go ahead and make the romantic gesture. പുതുതായിട്ട് പ്രപ്പോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഇതിലുണ്ടെങ്കിൽ ധൈര്യമായി പോയി ചെയ്യൂ എന്നാണ് ഡിവൈൻ പറയുന്നത്. പ്രപ്പോസലിന് ഞാനിപ്പോ പറഞ്ഞല്ലേ ഉള്ളൂ അല്ലെ. Let go of control issues. Allow this situation to unfold naturally. എന്തെങ്കിലും ബ്ലോക്കേജ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റിയിട്ട് മുന്നോട്ട് കാര്യം കൊണ്ടുപോകൂ എന്നാണ് പറയുന്നത്. പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പ്. യു ഹാവ് നോൺ ഈച്ച് അതർ ബിഫോർ. അത് ഏസ് ഓഫ് കപ്സ്, 2 ഓഫ് കപ്സിനൊക്കെ പാസ്റ്റ് ലൈഫ് കണക്ഷൻ എന്ന് നമുക്ക് പറയാം. റൊമാൻറ്റിക് ഫീലിംഗ്സ്. യുവർ ഫീലിംഗ്സ് ആർ റിയൽ ആൻഡ് വർത്ത് എക്സ്പ്ലോറിംഗ്. അത് നിങ്ങൾക്ക് തോന്നുന്ന സ്നേഹം സത്യമാണ് എന്ന് തന്നെയാണ് പറയുന്നത്. Forgiving and learning. As you release and heal the past, you experience more love in your present moments. ആ നൈറ്റ് ഓഫ് കപ്സ് ഒക്കെ ആയിട്ട് വരുന്ന ആൾക്ക് ക്ഷമിക്കാൻ പറ്റുമെങ്കിൽ ക്ഷമിക്കൂ എന്നാണ് ഡിവൈൻ പറയുന്നത്. Make the effort. Great love is worth taking the steps you are guided to take. ഓക്കെ. നിങ്ങൾ എഫേർട്ട് ഇടാനാ പറയുന്നത്. ചുമ്മാ ഒന്ന്, അതായത് കിങ് ഓഫ് കപ്സിന്റെ എനർജിയിൽ ഇരിക്കാതെ എന്തെങ്കിലും ഒരു എഫേർട്ട് ഇട്ട് മുന്നോട്ട് പോകാനാണ് പറയുന്നത് കേട്ടോ. ഒരു കാർഡ് കൂടെ എടുക്കാം ലാസ്റ്റ്. യു ഡിസേർവ് ലവ്. യു ആർ ലവബിൾ. നിങ്ങൾ എല്ലാവരാലും സ്നേഹിക്കപ്പെടാൻ അർഹതയുള്ള ഒരാളാണ്. എംപ്രസ്. ഓക്കെ. പോരെ ഇന്നത്തെ ഗൈഡൻസ്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ റീഡിംഗ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക.
കാരണം ഞാൻ കണ്ടിരുന്നു കൂടുതൽ ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ്. ഒരുപാട് വ്യൂസ് ഉണ്ട്, പക്ഷെ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. സബ്സ്ക്രൈബ് ചെയ്താലേ എനിക്ക് നിങ്ങളുടെ എനർജിയുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. കാരണം സബ്സ്ക്രിപ്ഷൻ ആണ് നമ്മൾ തമ്മിലുള്ള ലിങ്ക്. ഓക്കെ, അതേപോലെ നിങ്ങളുടെ എനർജിയായിട്ട് കണക്ട് ചെയ്താലേ എനിക്ക് നിങ്ങളുടെ പേഴ്സണെ കണക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. എനിക്ക് നിങ്ങളുടെ പേഴ്സണെ അറിയില്ലല്ലോ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ്. അപ്പൊ ഇതുപോലത്തെ വേറെ റീഡിങ്സ് ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് വീണ്ടും കാണാം. എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് ഇരിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ.